ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് ക്യാരറ്റ് ഹൽവ. ഇത് എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ്. അമ്മ ഉണ്ടാക്കുന്നതിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന അമ്മ പറഞ്ഞു തരും. ഈ റെസിപ്പി ഉണ്ടാക്കി ഞാനും കുറേ ഷൈൻ ചെയ്തതാണ്. ഇത് നമുക്ക് ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർക്ക ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് ഫാൻസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, കണ്ടൻസ് മിൽക്ക് ഒന്നും ആവശ്യമില്ല. വെറും 5 ഇൻഗ്രീഡിയൻസ് മതി. ഏകദേശം ഒരു 10-11 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു 4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇന്ന് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കിയാലോ? ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ട്രയലായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കിയ ഒരു വീഡിയോ ആണിത്. അതിന്ന് റീക്രിയേറ്റ് ചെയ്യുവാണ്. നമുക്ക് സാധാരണ കിട്ടുന്ന ഓറഞ്ച് ക്യാരറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാറുള്ളത്. റെഡ് ക്യാരറ്റ് വെച്ച് ഒരുപാട് പേര് ചെയ്യും, ചിലർ ബ്ലാക്ക് ക്യാരറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് വെക്കാം. ഒരു 10 ഏലക്ക എടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാം. നോൺ സ്റ്റിക്ക് ആണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് 1.5 കപ്പ് പാലൊഴിക്കാം. ഇനി ഇതിൽ ഷുഗറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. 4 കപ്പ് ക്യാരറ്റിന് 2 കപ്പ് പഞ്ചസാര. പക്ഷെ നമ്മൾ വെയിറ്റ് നോക്കുവാണെങ്കിൽ രണ്ടും ഏകദേശം 1/2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി ഇട്ട് ഇനി തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം തിളപ്പിക്കണം. അതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഞാൻ ഒരുപാടൊന്നും ഇടുന്നില്ല. ഇത്രയും ക്വാണ്ടിറ്റിക്ക് 50 ഗ്രാം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത്ര ചേർത്താൽ തന്നെ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലരൊക്കെ നെയ്യിൽ വഴറ്റിയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ അബദ്ധത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ പാലിൽ തന്നെ വേവിച്ചിട്ട് പിന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് നല്ല രുചിയായിട്ട് വന്നപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ എനിക്കൊരു നല്ല റെസിപ്പി കിട്ടിയതാണിത്. അതിൽ പിന്നെ ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കും. ഇതിന് കുറേ നേരം തിളപ്പിച്ച് വറ്റി അതിൻ്റെ വെള്ളമൊക്കെ മാറി ആ നെയ്യെല്ലാം തെളിഞ്ഞ് വരണം. അപ്പോഴേ അത് റെഡി ആവുള്ളൂ. ഇതിലേക്ക് കാഷ്യൂ നട്ട്സാണ് ചേർക്കുന്നത്. അതിന് അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ 25 ഗ്രാം തൊട്ട് 50 ഗ്രാം വരെ എത്ര വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ നമ്മൾ വഴറ്റും തോറും ഇതിൻ്റെ കളറ് കൂടി ആ നാച്ചുറലായിട്ട് നല്ല ബ്രൈറ്റ് ഓറഞ്ചായിട്ട് വരും. ഒരു കളറ് നമ്മൾ ചേർക്കുന്നില്ല ഇതിൽ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കയും പഞ്ചസാരയും കൂടെ ഉള്ള പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ചേർത്ത് കഴിഞ്ഞ് പിന്നെ അധികം നേരം വേവിക്കത്തില്ല, കാരണം ആ ഫ്ലേവർ പോവാതിരിക്കാനായിട്ട്. വെള്ളപ്പാറ്റ കഴിച്ചു നോക്കുവാണ്. സൂപ്പർ സൂപ്പർ അടിപൊളി. അമ്മ ഉണ്ടാക്കുന്ന ബെസ്റ്റ് സാധനമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ബെസ്റ്റ് സാധനമാണ്. ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഇന്നത്തെ ഡയലോഗ് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ. ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ്. അമ്മ ഉണ്ടാക്കിയതല്ലേ കഴിക്കുന്നത്? ഞാൻ കഴിക്കുന്ന ഡിഷാണ്. ഞങ്ങൾ കൊല്ലി. ശരി, അമ്മേന്റെ ഫേവറേറ്റ്, അമ്മേന്റെ അല്ല എന്റെ ഫേവറേറ്റ് ഡിഷാണ്. അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ശലം പോയി.